കഴിഞ്ഞ ക്ലാസ്സിൽ 19 വരെ നോക്കിയായിരുന്നു. ഇന്ന് 20 മുതൽ ബാക്കി നോക്കാം. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏത്? NW1, NW2, NW3, NW4 ഏതാണ്? ആൻസർ NW2 ആണ്. അനുബന്ധ വിവരങ്ങൾ നോക്കാം. വൻതോതിലുള്ള ചരക്ക് ഗതാഗതത്തിന് ഏറ്റവും യോജിച്ച ഗതാഗത മാർഗമാണ് ജലഗതാഗതം എന്ന് അറിയപ്പെടുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം കൂടിയാണ് ജലഗതാഗതം. പിന്നെ ദേശീയപാത 1 എന്ന് പറയുന്നത് ഗംഗാ നദിയിൽ പ്രയാഗ്രാജ് അതായത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെയാണ്. 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ്. 205 കിലോമീറ്റർ. ദേശീയപാത 4 എന്ന് പറയുന്നത് ഗോദാവരി കൃഷ്ണ നദിയുമായി ചേർന്ന് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 എന്ന് പറയുന്നത് പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദി വ്യവസ്ഥയാണ്. 623 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? ഓപ്ഷൻ നോക്കാം. എ 1945 മാർച്ച് 2, ബി 1949 ഡിസംബർ 9, സി 1946 ഡിസംബർ 9, ഡി 1947 ഓഗസ്റ്റ് 15. ആൻസർ സി ആണ്. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായതാണ് 1946 ഡിസംബർ 6. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 പാർലമെന്റിലെ സെൻട്രൽ ഹാളാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണ്? 207 പേരായിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തതാരാണ്? JB കൃപലാനി. ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനാണ് സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവും ആയി മാറി. 3. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ്. 4. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു. ഓപ്ഷൻ എ പ്രസ്താവന 1, 4, ബി പ്രസ്താവന 1, 2, 3, സി പ്രസ്താവന 4 മാത്രം, ഡി പ്രസ്താവന 1, 2. ആൻസർ ബി ആണ്. പ്രസ്താവന 1, 2, 3. അനുബന്ധ വിവരങ്ങൾ നോക്കാം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2002 86 ഭേദഗതി പ്രകാരം നിലവിൽ വന്നു. ഭരണഘടനയിൽ 21A ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്നത് 1986 ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് 1998. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് പറയുന്നത് 1976 42 ഭേദഗതിയാണ്. വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ക്വസ്റ്റ്യൻ നമ്പർ 23. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? ബെറ്റി വില്യംസ് ആണ്. ഓപ്ഷൻ എ, ബി ആങ് സാൻ സൂകി, സി മദർ തെരേസ, ഡി മലാല യൂസഫ് സായ്. ആരാണ്?
ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി ആണ് നമ്മുടെ ആൻസർ. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ ജേതാവാണ് മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. പാകിസ്ഥാനിലെ മിൻഗോറ ഗ്രാമത്തിലാണ് ജനനം. അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കിയ വനിതയാണ് മദർ തെരേസ എന്ന് പറയുന്നത്. മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ച വർഷം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1980 റമൺ മാഗ്സാസെ പുരസ്കാരം ലഭിച്ചത് 1982. മദർ തെരേസ കൊൽക്കത്ത ആസ്ഥാനമാക്കി മിഷൻ ഓഫ് ചാരിറ്റി സ്ഥാപിച്ച വർഷം 1950. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് മദർ തെരേസ. ആങ് സാൻ സൂകിയുടെ പ്രശസ്തമായ പുസ്തകമാണ് ഫ്രീഡം ഫ്രം ഫിയർ എന്ന് പറയുന്നത്. സമാധാന നോബൽ ലഭിച്ച വർഷമാണ് 1991. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്. ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2. നീളവും വീതിയും, അത് ശ്രദ്ധിക്കണം. ചില സ്ഥലത്ത് വീതിയും നീളവും എന്ന് തരും. നീളം എന്ന് പറയുന്നത് 3, വീതി എന്ന് പറയുന്നത് 2. അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ തവണ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേനും തിരിച്ചു മറിച്ചും തരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. പിന്നെ ഇന്ത്യയിൽ ഔദ്യോഗികമായി പതാക നിർമ്മിക്കുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. ത്രിവർണ പതാകയെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെപ്പോഴാണ്? 1947 ജൂലൈ 22. ഇതും ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദേശീയ പതാകയിൽ കാണുന്ന അശോക ചക്രത്തിലെ അരക്കാലുകളുടെ എണ്ണം എത്രയാണ്? 24. അരക്കാലുകളുടെ എണ്ണം 24. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാക ഏതാണ്? ഡെൻബ്രോഗ്, ഡെൻമാർക്കിലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കാര്യം കൂടി, ത്രികോണാകൃതിയിൽ പതാകയുള്ള രാജ്യമാണ് നേപ്പാൾ. അത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരു തവണ. ബ്രിട്ടൻ്റെ ദേശീയ പതാകയാണ് യൂണിയൻ ജാക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏത്? 44, 86, 42, 104. ഏതാണ്? ഓപ്ഷൻ സി ആണ് 42. നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ എത്രയാണ്? 11. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. കേശവാനന്ദ ഭാരതി കേസ് മൂലമാണ് മൗലിക കടമകൾ നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എന്ന് പറയുന്നത് 51A ആണ്. നിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഭരണഘടനാ ഭാഗം 4. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടത് അയർലാൻഡിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം സ്പെയിൻ ആണ്. നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായ കമ്മിറ്റിയാണ് സാപ്രോ കമ്മിറ്റി. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല എന്ന് പ്രതിപാദിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 37. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ കോടതിയെ സമീപിക്കാൻ നമുക്ക് കഴിയില്ല. നേരത്തെ ക്വസ്റ്റ്യൻ നമ്പർ 24 ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഇന്ത്യയിൽ പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26 അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത്. ഓക്കെ, താങ്ക് യു. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിലെടുക്കാം.